പക്ഷെ അമ്മേ, കുട്ടികളുടെ മനസ്സാ ഹർഷേട്ടനത്. അമ്മ അഭിയേട്ടനെ ശുശ്രൂഷിക്കുമ്പോ, കഷായവും ചൂടുവെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ ചുമ്മാ വെറുതെ ഹർഷേട്ടന് അത് കൊള്ളാം. എടി പെണ്ണെ, അത് പിന്നെ അവന് ജലദോഷം ആയതുകൊണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്, ചെന്ന് നിന്റെ ഭർത്താവിനോട് പറ, ചെന്ന് മൂക്കിൽ വല്ല തുരുമ്പോയിട്ട് തുമ്മി ജലദോഷമായിട്ട് വരാൻ കേട്ടോ. അന്നേരം ഞാൻ അവനും കൊടുക്കാം കഷായം ചൂടുകളൊക്കെ. അമ്മ ഇത് തമാശയാക്കരുത്. അമ്മയോട് പറയാൻ പാടുണ്ടോന്നറിയില്ല. എന്നാലും അമ്മേ, ഇനി ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പൊട്ടനോ വട്ടനോ ആരോ ആയിക്കോട്ടെ, ഹർഷേട്ടൻ എന്റെ ഭർത്താവാ. മോളെ, ഞാൻ വന്ന് അവനോട് മാപ്പ് പറയണോ? അയ്യോ, അതൊന്നും വേണ്ട. ഞാനിതൊക്കെ വന്ന് അമ്മയോട് പറഞ്ഞെന്ന് പോലും ഹർഷേട്ടനെ അറിയരുത്. അമ്മേ. എന്താ മോളെ? അമ്മയ്ക്ക് സങ്കടായോ? കുറച്ച്. ഞാൻ കള്ളം പറഞ്ഞാലും നീ അത് കണ്ടുപിടിക്കും. പിന്നെ സങ്കടമില്ലാന്ന് ഞാനിങ്ങനെ പറയാ. അമ്മേ, ഞാൻ സാരമില്ല മോളെ, അതപ്പോഴല്ലേ. ഇപ്പൊ അമ്മയുടെ സങ്കടമൊക്കെ മാറി. എന്റെ കുട്ടികൾ എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാ മാത്രം മതി. അമ്മേ, അമ്മയുടെ കണ്ണടയുന്നതുവരെ എന്റെ കുട്ടികളുടെ ചിരിക്കുന്ന മുഖം എനിക്ക് കണ്ടാൽ മതി. അമ്മയുടെ അച്ഛന്റെയും കൂടെ എന്റെ മക്കൾ ഒരുമയോടെ എന്നും കൂടെ ഉണ്ടായാൽ മതി. അമ്മേ. ഓട്ടെ, നീ കരയണ്ട. നീ നീ എന്താന്ന് നേരത്തെ കിടക്കാൻ പോവാ? ആ അതെ, പക്ഷെ ഇവിടെ അല്ല, അപ്പുറത്ത് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ. അച്ഛന്റെ അമ്മയുടെയും കൂടെ? എന്താ പറ്റില്ലേ? പറ്റായിക്കൊന്നുമില്ല, പക്ഷെ വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്കത് ബുദ്ധിമുട്ടാവില്ലല്ലോ. നീ അതിന് പെർമിഷൻ വാങ്ങിച്ചോ? പെർമിഷൻ വാങ്ങിക്കാൻ ഇത് ഓഫീസ് കാര്യമൊന്നും അല്ലല്ലോ. എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞാൻ കിടക്കുന്നതിന് എന്ത് പെർമിഷനാ? എന്നാലും അതിന്റെ ആവശ്യം എന്താ? അവര് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ താമസിച്ചോളാം ഞാൻ അവരോട് പറഞ്ഞു. ഒരു മകളുടെ കൂടെ കഴിയുന്നതിലും വലിയ എന്ത് സ്വസ്ഥതയാ അച്ഛനും അമ്മയ്ക്കും ഉള്ളത്? തർക്കിക്കാൻ ഞാനില്ല, പക്ഷെ പോവണ്ടെന്ന എന്റെ അഭിപ്രായം. എന്താ, ഞാനില്ലാതെ കിടന്ന ഉറക്കം വരില്ലേ? ഓ പിന്നെ, നീ ഇല്ലെങ്കിൽ ഞാൻ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങും. എന്നാ ഉറങ്ങിക്കും. ആര് പറഞ്ഞു വേണ്ടെന്ന്? നിങ്ങളുടെ കൂടെ കിടന്നിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കിടക്കാം കേട്ടോ. എന്ത് കാര്യം? ഒരു കാര്യമില്ല, നീ പോകോ. മുഖത്ത് നോക്കി പറ. എന്നോട് പൊയ്ക്കോളാൻ മുഖത്ത് നോക്കി പറയാന്ന്. പറ. നിനക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ അത് ചെയ്യേ. അതിന് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാ? അഭിപ്രായം ചോദിച്ചില്ലല്ലോ, യാത്ര പറഞ്ഞല്ലേ ഉള്ളൂ. ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും മുകളിലും താഴെയും ചുമ്മാ കിടന്ന് വീർപ്പ് മുട്ടല്ലേ. അതേന്ന് ചെറിയൊരു മോചനം ആരെ കൊതിക്കാത്തത്? എനിക്ക് വീർപ്പുണ്ടൊന്നുമില്ല. എനിക്കുണ്ടല്ലോ. അപ്പൊ എല്ലാവരെയും അറിയിക്കാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? എന്ത്? നീയും ഞാനുമായി. നീ ഞാനുമായി അല്ല, ബന്ധമൊന്നുമില്ലാന്ന്. ബന്ധം ഇല്ലല്ലോ. അതെന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നതെന്ന്? അറിഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നായാലും എല്ലാവരും അറിയാനുള്ളതല്ലേ. എന്നാ ചെല്ല്, ഇറങ്ങി എങ്ങോട്ടാന്ന് വെച്ചാ ചെല്ല്. എന്നിട്ട് ഒരു മൈക്ക് സെറ്റും എടുത്ത് ലോകം മുഴുവൻ വിളിച്ചു പറ നീ ഞാനുമായിട്ടൊരു ബന്ധമില്ലാന്ന്.
എന്നെ നാറ്റിച്ചു കഴിയുമ്പോ നിനക്ക് സമാധാനമാവുമല്ലോ. അഭിയേട്ടൻ എന്തിനാ അതിനിങ്ങനെ ക്ഷോഭിക്കുന്നത്? ശോഭിച്ചോ? ആര് ശോഭിച്ചു? ഞാൻ കാര്യം പറഞ്ഞല്ലേ. എന്നാ ഞാൻ പോവാ. ഓടി പോ. നിന്റെ തോന്നിയാസം പോലെ നീ എന്താന്ന് വെച്ചാ ചെയ്യും. അപ്പൊ നോവുന്നുണ്ടല്ലേ? എന്നാ പിന്നെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പോകണ്ട ചക്കരെ, ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ? എന്താടി നീ എന്താ നോക്കുന്നേ? പോകുന്നില്ലേ? പോവാ. എന്നാ പൊടി. ചേച്ചി ഇവിടെ ഹർഷട്ടാ? അവള് അവിടെ അച്ഛനമ്മയുടെ കൂടെ. അമ്മേ, എത്ര കാലം കൂടിയാ ഞാൻ എന്റെ സ്വർഗത്തിലെത്തിയെന്നറിയോ? ഈ സ്വർഗത്തില് ഒരാൾ കൂടെ ഇടമുണ്ടാവോ? വാ, ഒരാൾക്ക് കൂടിയല്ല, എന്റെ 4 മക്കൾക്കും എന്റെ മനസ്സിലിടമുണ്ട്. ആഹാ, അപ്പോ ഞാൻ കളത്തിന് പുറത്തായോ? അതിപ്പോ അച്ഛനമ്മയുടെ മടിയിലല്ലല്ലോ, മനസ്സിലല്ലേ? അതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കടി. ഓ, ഇനി അവള് പറഞ്ഞു തന്നിട്ട് വേണ്ടേ ഞാൻ നിന്റെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാൻ? അപ്പൊ അതറിയാലോ. പിന്നെ എന്തിനാ ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനെന്ത് ചോദിച്ചു? യതിയേട്ടൻ കളത്തിന് പുറത്താണോന്ന് ചോദിച്ചില്ലേ? അല്ലേ മക്കളെ, അച്ഛൻ ചോദിച്ചില്ലേ? നിങ്ങൾ കേട്ടതല്ലേ? അതമ്മേ, അച്ഛൻ മനഃപൂർവ്വം ചോദിക്കുന്നതല്ലേ, അമ്മയുടെ വായിന്ന് നിത്യപ്രണയം കേക്കാൻ. അതെ, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? ഒന്നിരിക്കാതെ. അതെ, ഈ ജന്മം നമുക്ക് വീണ്ടും ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടി, അതും ഈ വീട്ടില്. അതെല്ലാം അഭിമോന്റെ നന്മയാ, അവന്റെ കാരുണ്യം. ഒരു ജന്മം കൊണ്ട് തീർത്താലും തീരാത്ത കടവാ അവനോട് എനിക്ക്. അമ്മയച്ഛനെ ഇവിടെ താമസിക്കുന്നതില് ഹർഷേട്ടനും വലിയ സന്തോഷത്തിലാട്ടോ. അതെ അതെ, ഞാനിപ്പോ കണ്ടായിരുന്നു. ചേച്ചിയെ കാണാത്ത സങ്കടത്തില് അവിടെ ആ ഹാളില് വലിയ സന്തോഷത്തോടെ ഉറക്കം പോലും ഇല്ലാതെ ഉലാത്തുവാ. ഒന്ന് പോടി. അവിയുടെ കാര്യം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതേ അവനോട് കുറച്ച് സ്നേഹക്കൂടുതൽ ഉള്ളതുകൊണ്ടോ ഹർഷനോട് സ്നേഹക്കുറവ് ഉള്ളതുകൊണ്ടോ അല്ല. രണ്ടും ഞങ്ങളുടെ മരുമക്കളാ, അല്ല മക്കളാ. പക്ഷേ അറിഞ്ഞു പെരുമാറാനേ ചില കാര്യങ്ങളിൽ ഹർഷനേക്കാൾ മിടുക്കനാക്കിയ. അതിനർത്ഥം ഹർഷന് സ്നേഹമില്ലാന്നല്ല കേട്ടോ, പാവാ. പക്ഷേ കഴിവിലും പ്രാപ്തിയിലും അഭിതന്യാ മിടുക്കൻ, പറയാതെ വയ്യ. ഹർഷേട്ടന്റെ കഴിവുകൾ അച്ഛനെ അറിയാത്തോണ്ടാ. ആടും പാടും തമാശ പറയും. ശരിക്കും ഒരു മൾട്ടി കണ്ടന്റ് യൂണിവേഴ്സിറ്റിയാ. അത് ശരിയാ, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞ് അംഗീകരിക്കണമെന്ന് മാത്രം. അല്ല, നേരെ ഇത്രയായി നിങ്ങളാരും ഉറങ്ങുന്നില്ലേ? ഞങ്ങൾ ഇന്നിവിടെയാ അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കുന്നത്. അതൊന്നും നടക്കത്തില്ല. ഞങ്ങൾ വന്നൂന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളെ നോക്കിയിരിക്കുക. ചെല്ല, എനിക്ക് അമ്മേ, ഹർഷേട്ടന്റെ കാര്യം സാരല്ലമ്മേ. അതെന്തേ? ഞാൻ പറയുന്ന എന്തും ഏട്ടൻ കേക്കും. ഞാനിന്ന് ഇവിടെ കിടക്കുന്നേന്ന് പറഞ്ഞിട്ടാ വന്നെ.
ഹലോ മാഡം, നീ അഭിമോന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലല്ലോ വന്നത്. ആ എങ്കി നോക്കി എണീറ്റ് ചെല്ല്, വേഗം ചെല്ലാൻ നോക്ക്. അമ്മ അമ്മ മക്കൾ എണീറ്റ് തന്നെയെന്ന് എതിയേട്ടാ, ഞാൻ ദേ ഇപ്പൊ വരാം. നീ നോക്കൊന്നും വേണ്ട, അമ്മ എനിക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് നടക്കിങ്ങോട്ട്. അമ്മ അപ്പോ ഇവിടെ ചിലര് പറയുന്ന സത്യല്ലേ? എന്ത്? അല്ല, ഇളയ മരുമോനോടാണ് അമ്മയ്ക്ക് സ്നേഹ കൂടുതലെന്ന്. ഒന്ന് ബോഡിയിടുന്നു. അമ്മ അടി തരുന്നേ ഇങ്ങോട്ട് വാ. ഛെ, എന്താ അമ്മേ, എന്താ അമ്മ ഈ കാണിക്കുന്നേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ അനുസരിച്ചേക്കണം. ദേ ചെല്ല, പോയി അഭിമോന്റെ മുറി കിടക്ക. സാരമില്ലമ്മേ, ഞാൻ അഭിയേട്ടനോട് പറഞ്ഞോളാം. നീ ഒന്നും പറയാൻ നിക്കണ്ട, അങ്ങോട്ട് ചെന്നാ മതി. അതെന്താ, സപ്തതി ചേച്ചി ഇവിടെ നിങ്ങളുടെ കൂടെ അല്ലേ കിടക്കുന്നേ? പിന്നെ എനിക്ക് മാത്രം എന്താ ഇത്ര ആയിത്തം? അവള് ഗർഭിണിയല്ലേടി, ഇത് അവളുടെ യാക്കൂണാന്ന് വിചാരിച്ചാ മതി. അമ്മയുടെയും അച്ഛന്റെയും കൂടെ ഒരു ദിവസം കിടക്കണമെന്ന്. അപ്പൊ ഈ ഗർഭിണികൾക്ക് മാത്രമേ ഉള്ളോ അമ്മയുടെ നാട്ടിലെ യാക്കൂൺ? അതില് സംശയം എന്തുവാ? അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു നാട്ടു നടപ്പല്ലേടി. അത് പച്ചമാങ്ങയും പുളിയും മസാലദോശയും ഒക്കെ അല്ലേ അമ്മേ? ഏത് പുസ്തകത്തിലാണ് നീ ഇത് പഠിച്ചേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് ചുമ്മാ ഈ സീരിയലുകാരും സിനിമാക്കാരും ഒക്കെ പണ്ട് തൊട്ടേ പറയുന്നതാ. ഒരു ഗർഭിണിക്ക് ആവശ്യം ഭക്ഷണം മാത്രമല്ല, സ്നേഹവും പരിചരണയും കരുതലും ഒക്കെ വേണം. ആദ്യത്തെ 3 മാസം പ്രത്യേകിച്ചും. ആ സമയം അത്രേ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നത്. ഓ പിന്നെ, ഇതൊക്കെ ഓരോ പഴഞ്ചൻ വിശ്വാസങ്ങളാ. ടെസ്റ്റ് ട്യൂബ് ശിശുവും ക്ലോണിംഗും ഒക്കെ സർവ്വസാധാരണമായ ഈ കാലത്ത് ഏത് സ്വഭാവവും ശാസ്ത്രം നിയന്ത്രിക്കും. ചുമ്മാ നിന്ന് വിവരക്കേട് പറയാതെ എന്റെ പെണ്ണെ, നീയൊക്കെ എന്തിനാ ഇത്രയും പഠിച്ചത്? ചുമ്മാ അച്ഛന്റെ കാശ് കളയാൻ. ആ എല്ലാ ശാസ്ത്രവും ഉണ്ടാവുന്നത് പഴമയും ആചാരവും അനുസരിച്ച് തന്നെയാ. നിങ്ങളെ ഈ ശാസ്ത്രം പുതിയതായിട്ട് ഇന്നേ വരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ ദേ ചുമ്മാ ചൂണ്ടിക്കാണിച്ചിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഉവ്വ് സമ്മതിച്ചിരിക്കുന്നു. അതെ, സമ്മതിച്ചേ പറ്റൂ. ആദ്യത്തെ മാസം മാത്രമല്ല, കുട്ടി പുറത്തേക്ക് വരുന്നതിനിടയിലുള്ള 9 മാസവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഓരോന്നും ഓരോ രീതിയിലാന്ന് മാത്രം. നീ കേട്ടിട്ടില്ലേ അഭിമന്യുവിന്റെ കഥ? പുള്ളി അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാ ശ്രീകൃഷ്ണ ഭഗവാന്റെ യുദ്ധതന്ത്രങ്ങൾ മുഴുവനും മനപ്പാടമാക്കിയത്. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അത്രയല്ലേ ഉള്ളൂ. അതിനാ ഈ കഥ ഈ ദ്വാപര യുഗത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ കൂട്ടുപിടിക്കുന്നത്. വേണ്ട വേണ്ട, വിഷമിപ്പിക്കുന്നില്ല, ഞാൻ പോയേക്കാം. ദേ അത് ശരി, പാതിരാത്രി പൂക്കാരി പുരാണം പറഞ്ഞു കളിക്കാണല്ലേ? ശരിയാക്കി തരാടി, നിന്റെ പുരാണം ഞാൻ ഇതിഹാസമാക്കി തരാടി. നാത്തൂനെ, സംഗതി കംപ്ലീറ്റ് കൈവിട്ട് കളഞ്ഞു. എന്താ? ഞാൻ നല്ല സൂപ്പർ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടാ വരുന്നത്. ആ പൂക്കാരി പാർവേ മോളെ ഗർഭമാഹാത്മ്യം പഠിപ്പിക്കുന്നു. സംയുക്തേ, അത് കേട്ടിട്ടെ എനിക്ക് പോലും ഇളക്കം വന്നു. അത്രയ്ക്ക് വലിയ ഇടപെടലാ തള്ള നടത്തുന്നത്. അവരിവിടെ നിന്ന അധികം വൈകാതെ സംയുക്തയും പ്രസവിക്കും. തള്ളയുടെയും തന്തയുടെയും കൂടെ കിടക്കാൻ ചെന്ന അവളെ സാരോപദേശം കൊടുത്ത് പാറു അബിയുടെ മുറിയിലേക്ക് തിരിച്ചയച്ചു. തള്ള കൊടുക്കുന്ന ഈ ബലത്തില് അവളെങ്ങാനും തീവ്രത കൂടിയ പ്രലോഭനം നടത്തിയ അവൻ വീണു പോവും.
പഴയ പോലൊന്നും അല്ല നാത്തൂനെ. ഇപ്പൊ പെണ്ണുങ്ങളല്ല, ആണുങ്ങളാ അബലനും ചബലനും ഒക്കെ. അവരെ വീഴ്ത്താൻ എളുപ്പമാ. അഭി അങ്ങനെ പെട്ടെന്നൊന്നും വീഴുന്നവനല്ല. അപ്പൊ ഇതിനു മുമ്പ് വീണിട്ടുള്ളവരൊക്കെ മണ്ടന്മാരാ. എന്റെ നാത്തൂനെ, ഒരു പെണ്ണ് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാ നടക്കാത്ത എന്ത് കാര്യമായി ഈ ഭൂമിയിലുള്ളത്? നാത്തൂന്റെ കാര്യം തന്നെ നോക്ക്. 2-3 കൊലപാതകങ്ങൾ നടത്തിയിട്ട് 10-25 വർഷമായിട്ട് പുല്ല് പോലെ നടക്കുന്നില്ലേ? പോട്ടെ, നാത്തൂന്റെ കാര്യം വിട്. ഈ എന്റെ കാര്യം തന്നെ ഒന്ന് എടുക്ക്. മലയാളക്കരയിലെ ഈ ഓണം കേറാ മൂലയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ 8ഉം പൊട്ടും തിരിയാതെ ബോംബെയിലെ വിക്ടോറിയ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഞാൻ ബോംബെയിലെ അധോലോകം വരെ ചെന്നെത്തില്ലേ? ദാവൂദ് ഇബ്രാഹിമിന്റെയും ഹാജി മസ്താന്റെയും മച്ച ദോസ്തായില്ലേ? അതാ പറഞ്ഞത്, പെണ്ണുരുമ്പിട്ടിറങ്ങിയ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളാരെയും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നാത്തൂനെ. നമ്മൾ 2 പെണ്ണുങ്ങൾക്ക് ഇത്രയൊക്കെ സാധിക്കെങ്കിൽ അവൾക്കും സാധിക്കും. നമ്മളെ പോലെയല്ല, അവൾക്കിപ്പോഴേ യൗവനം. കരിങ്കല് പോലും പുല്ലുപോലെ പൂവാക്കുന്ന പ്രായം. അവള് മനസ്സ് വെച്ചാ അഭിമന്യു മാത്രമല്ല, കൗരവപ്പട മുഴുവൻ അവൾക്ക് പിന്നിൽ അണിനിരക്കും. പിന്നൊരംഗം ജയിക്കാൻ നമ്മള് ബാക്കിയുണ്ടായിന്ന് വരില്ല. ഉണ്ടാവും. നമ്മള് മാത്രമേ ബാക്കിയുണ്ടാവൂ. കൗരവപ്പട മാത്രമല്ല, ലോകം മുഴുവൻ ഒന്നിച്ച് പടനയിച്ചു വന്നാലും കളപ്പുരയ്ക്കൽ ശർമിള ഭയക്കില്ല. നെഞ്ചു വിരിച്ചു നിന്ന് അവസാന ശ്വാസം വരെ യുദ്ധം ചെയ്യും. ഒടുക്കം ജയിക്കുകയും ചെയ്യും. ജയിച്ചാ മതിയായിരുന്നു. ഞാനെങ്കിലും എന്താ ഉറങ്ങിയില്ലേ? ഇത് ചോദിക്കാൻ വന്നാണോ? അതെ. എന്നാ പിന്നെ കണ്ടൂടെ? ഉറങ്ങിയാ ഞാൻ പിന്നെ ഇവിടെ കുറ്റിയടിച്ചിരിക്കോ? ഒരു ലോഹ്യം ചോദിച്ചതാ മാഷെ, അങ്ങ് ക്ഷമിച്ചാളാ. അല്ല, കുറ്റിയും പച്ച താമസം മാറിയിട്ട് എന്തേ പെട്ടെന്ന് തിരിച്ചിങ്ങ് പോന്നേ? അവിടെ എല്ലാവർക്കും കൂടി കിടക്കാൻ സ്ഥലം ഇല്ല. ഓഹോ, പോകുമ്പോ അതെന്താ ഉറക്കാഞ്ഞത്? അത് കിടന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ. ഞാൻ മാത്രമല്ല, അവിടെ സപ്തതീച്ചിയുണ്ട്. ഹർഷനല്ലേ? ഇല്ല, ഞാൻ വഴി വെച്ച് കണ്ടു. ഹർഷേട്ടൻ കൂട്ടിലിട്ട പെരുകിനെ പോലെ ഉറക്കമില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നത്. അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. ഭാര്യയെ കണ്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. ഇവിടെ ഒരാൾ ഇറങ്ങിപ്പോവാൻ ആജ്ഞാപിക്കല്ലേ ചെയ്യുന്നത്. ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ ആനന്ദത്തിന് വേറെ എന്ത് വേണം? അതെ, ആനന്ദം ഉണ്ടായിരുന്നു. ഇതുവരെ നല്ല ആനന്ദം ഉണ്ടായിരുന്നു. നിന്റെ കയ്യിലിരിപ്പ് ഇതല്ലേ? അപ്പൊ പിന്നെ എനിക്കെങ്ങനെ ആനന്ദം ഉണ്ടാവാതിരിക്കും? മര്യാദയ്ക്ക് വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കണി. ഓ,
അഭിയേട്ടാ. എന്താ? എന്താ? എന്താടി? തലേണ എടുക്കാൻ വന്നതാ. എന്താടി, ഉറങ്ങിയില്ലേ? ഇല്ല. അഭിയേട്ടൻ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ഞാൻ ഉറക്കി തരട്ടെ? അല്ല, ഒരു പാട്ട് പാടിത്തരാം. വേണ്ട. പക്ഷെ എനിക്ക് പാടണം. ഉറക്കം വരാത്ത രാത്രികളിൽ പാടുന്നത് എന്റെ ഒരു വീക്ക്നെസ്സാ. പാടത്തെ? എന്തെങ്കിലും ചെയ്യും. മട്ടിച്ചാറ് മണക്കണ് മണക്കണ് മലങ്കാറ്റ് കുളിരണ് കുളിരണ് മലയെത്തി പെണ്ണ് നിന്ന് തുടിക്കണ് മലവീട കെട്ടിത്താനേ വാ വാ വാ. മട്ടിച്ചാറ് മണക്കണ് മണക്കണ് മലങ്കാറ്റ് കുളിരണ് കുളിരണ് മലയെത്തി പെണ്ണ് നിന്ന് തുടിക്കണ്. മലയെത്തി പെണ്ണ പാതിരാത്രി പാടാൻ പറ്റിയ പാട്ട്. ഇവളിവിടെ നിന്ന് വല്ലതൊക്കെ സംഭവിപ്പിക്കും. ഈ പാട്ടാണോ പാടുന്നത്? എനിക്ക് ഈ പാട്ടേ അറിയൂ. ഒരു കാര്യം ചെയ്യും, അബീറിനൊരു പാട്ട് പാടും. എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇന്ന് പിന്നെ ഞാൻ പാടാം. പാടിക്കോ. പക്ഷെ ഇജാതി വിടക്ക് പാട്ടൊന്നും പാടരുത്. വല്ല ഭക്തിഗാനവും പാട്. ഈ നേരത്തോ? ആ, അതിന് അബിയേട്ടൻ ദൈവവിശ്വാസിയല്ലല്ലോ. പാട്ടിന് അങ്ങനെയൊന്നുമില്ല. എന്നാ പാടാം.
யாருக்கும் தோல்வி இல்லை இல்லாளா. എന്താ ഇനി നീ പാടിയാ നിന്റെ നാക്ക് ഞാൻ അരിഞ്ഞെടുക്കും. മര്യാദ. എന്താടി എന്താ നോക്കുന്നേ? എന്റെ ഷോള്, എനിക്ക് എന്റെ ഷോള് വേണം. വേണേ കയറി എടുത്തോ. എത്തുന്നില്ല. എത്തണ്ട. എനിക്ക് എന്റെ ഷോള് വേണം. മറിയൊക്കെ എടുത്തു തരുന്നുണ്ടോ? ഇത് വലിയ ശല്യമായല്ലോ. വേണേ ചാടി എടുക്കടി. പറ്റത്തില്ല. കണ്ടോ, എത്തുന്നില്ല. ഒരു കാര്യം ചെയ്യും, അബീട്ട് എന്നെ എടുക്ക. അയ്യ, എന്നെ കൊണ്ടൊന്നും വയ്യ. അത് എറിയുമ്പോ ഓർക്കണായിരുന്നു. എനിക്ക് എന്റെ ഷോൾ ഇപ്പൊ കിട്ടണം. അതിന് എത്തണ്ടേ? ഒരു കാര്യം ചെയ്യും, ഞാൻ അബീട്ടിനെ എടുത്താലോ? അത് ശരിയാവില്ല. പിന്നെ ഏത് ശരിയാവുന്നേ? എനിക്ക് എന്റെ ഷോള് കിട്ടിയേ പറ്റൂ. എന്നാ ചാടി നോക്കാം. ചുമ്മാ നിൽക്കാതെ നീ ചാടി. ഇപ്പൊ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈശ്വര, അകത്ത് എന്താണോ നടക്കുന്നത്?
ഇനി അമ്മ അന്തിച്ച കളിക്കാരിയാവും. ചേരുന്നു ഞാനോ തനിയേ പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കുന്നു മോഹം പതിയേ. എന്താ എന്താ അപ്പച്ചി? അമ്മ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ അമ്മയുടെ നടു വെട്ടി പിടിച്ചു. അതിന് തിരുമണം. നീ ചെന്ന് തിരുമണം. ഞാനോ? പിന്നല്ലാതെ ആരാ? നീയല്ലേ ഇവിടുത്തെ തിരുമൽ വിദഗ്ധ. ചെല്ല് ചെന്ന് തിരുമ.